ഇന്ന് ലഞ്ച് പുറത്തുനിന്നാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അങ്ങനെ ദേ മന്തി കഴിക്കാൻ വേണ്ടിയിട്ട് പോകുവാണേ. ഷൂ ഇടണ്ട, നോർമൽ ചെരുപ്പിട്ടാൽ മതിയെന്ന് മുൻകൂട്ടി ഉണ്ണിയണം പറഞ്ഞെങ്കിലും ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല. ഞാൻ ഓർത്തു അമ്പലത്തിലൊന്നും അല്ലല്ലോ നമ്മൾ പോകുന്നതെന്ന്. പക്ഷേ ഷൂ ഇട്ടില്ല കേട്ടോ, അതാണ് വേറൊരു രസം. അവിടെ ചെന്നപ്പോഴാണ് അതിൻ്റെ സീരിയസ്നെസ് ഒക്കെ മനസ്സിലായത്. നേരെ ചെന്നു കൈയൊക്കെ കഴുകിയിട്ട് നമ്മളിതേ കഴിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. ഇതാണ് ഓവറോൾ ആംബിയൻസ്. ഒരു അറബിക് ടച്ചൊക്കെ ഫീൽ ചെയ്തു കേട്ടോ. ഇപ്പോഴാണ് ഇത് ഈ വീഡിയോ ഞാൻ ശ്രദ്ധിച്ചത്. ഇവൻ എന്തിനാണ് എന്നെ ഇങ്ങനെ നോക്കുന്നത് എനിക്ക് ഇതുവരെ മനസ്സിലായില്ല. അങ്ങനെ ഇതേ മെനു കാർഡ് വന്നു, നമ്മളിതേ ഇതെല്ലാം നോക്കുന്നുണ്ട്. സ്റ്റാർട്ടറായിട്ട് നമുക്ക് ഇതേ ചിക്കൻ സൂപ്പാട്ടോ വന്നത്. കുഴപ്പമില്ല, ഒരു ആവറേജ് ആയിരുന്നു. പക്ഷെ കഴിച്ചില്ല കേട്ടോ, അമ്മ മാത്രമേ കഴിച്ചോളേ. അത് കഴിഞ്ഞപ്പോൾ എന്തേ ചിക്കൻ ഫ്രൈ വന്നു. ഇതായിരുന്നു ബെസ്റ്റ്. നല്ല എരിവുണ്ടായിരുന്നു കേട്ടോ, ഭയങ്കര സ്പൈസി ആയിരുന്നു. ആദ്യം അതിന് മുമ്പ് ഇതേ നാരങ്ങ എടുത്ത് വെച്ച് കടിക്കുന്നുണ്ട്. എരിവ് കൂടിപ്പോയിട്ടാണോ എന്ന് അറിയത്തില്ല, അമ്മയുടെ എക്സ്പ്രഷൻ ഇച്ചിരി കൂടിപ്പോയി കേട്ടോ. അങ്ങനെ ദേ വയറ് നിറഞ്ഞ് ഇപ്പോൾ പൊട്ടുമെന്നും പറഞ്ഞ് കാണിച്ചു തരുവാണേ അതും. അങ്ങനെ ദേ മന്തി വന്നിട്ടുണ്ട്. അതും മന്തി കഴിച്ചില്ല, മയണൈസ് നല്ല രീതിയിൽ കഴിച്ചിട്ടുണ്ട്. നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ ലാസ്റ്റ് ഒരു ഡെസേർട്ട് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഐസ്ക്രീം ആണെന്നും പറഞ്ഞാണ് അതും അത് കൊടുത്തത്. അവന് മനസ്സിലായത് ഐസ്ക്രീം അല്ലെന്ന്. പക്ഷേ ഇഷ്ടപ്പെട്ടു, ഒത്തിരി കഴിച്ചില്ല കേട്ടോ. ഞാൻ 1 മന്തിന് ശേഷം ഇപ്പോഴാണ് ഷുഗർ കഴിക്കുന്നത്. അതുകൊണ്ട് എനിക്ക് പെട്ടെന്ന് മത്ത് പിടിച്ചു. അതുകൊണ്ട് ഞാൻ കുറച്ചേ കഴിച്ചോളൂ. വയറൊക്കെ ഫുള്ളായതിൻ്റെ സന്തോഷത്തിൽ നമ്മളിതേ വീട്ടിലേക്ക് പോവാണ് കേട്ടോ. വണ്ടി നീങ്ങുന്നില്ല. മന്തിയുടെ വെയിറ്റ് ആണോ നിൻ്റെ വെയിറ്റ് ആണോ എന്ന് അറിയാൻ വയ്യെന്നാണ് അവൻ പറഞ്ഞത് കേട്ടോ. അങ്ങനെ നമ്മൾ നേരെ പോകുന്നത് വീട്ടിലേക്കാണ്. റൂമിൽ ചെന്നിട്ട് വേണം നല്ല രീതിയിലൊന്ന് കിടന്നുറങ്ങാൻ വേണ്ടിയിട്ട്. കാരണം അതുപോലെ വയറ് നിറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത്രേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ.